ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. കാലത്തിന്റെ കാവൽക്കാരൻ, കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ, നീതിയുടെ നിഴൽ, അതാണ് ശനിദേവൻ. പൂരിട്ടാതിയിൽ നിന്ന് ഉത്രിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം നക്ഷത്രത്തിലാണ് ശനി. ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത്. സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു, ശക്തി വർദ്ധിക്കുന്നു, കർമ്മം ഉണരുന്നു, വിധി എഴുന്നേൽക്കുന്നു. ഇത് രാശിമാറ്റമല്ല, ഇത് വിധി മാറ്റമാണ്. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി. ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ്. ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് 2026 ജനുവരി 20 ശനി നക്ഷത്രം മാറി ഉത്രിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രാശിമാറ്റമല്ല, പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ്. സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല, തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി. ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട്. കഠിനതയല്ല, പക്വതയാണ് ഇനി അവന്റെ ഭാഷ. 2026 മെയ് 16 വരെ ഉത്രിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ 12 രാശികളിലും 27 നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ്. എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയുടെ വിശേഷത്തിലേക്ക് കടക്കാം. ആദ്യം മിഥുനക്കൂറുകാർക്ക് കവിതാ ശകലത്തിലൂടെ സൂചന നൽകിക്കൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. വാക്കുകൾക്ക് ഭാരം കൂടുന്ന കാലം, അളന്നു സംസാരിച്ചാൽ അളവില്ലാത്ത നേട്ടങ്ങൾ. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാർക്ക് അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശനി 10ാം ഭാവത്തിൽ സംക്രമിക്കുന്ന കാലമാണ്. 2026 ജനുവരി 20 ശനി 10ാം ഭാവത്തിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ നിന്നും ഉത്രിട്ടാതി നക്ഷത്രത്തിലേക്ക് സംക്രമിക്കപ്പെട്ടു. ഈ നക്ഷത്രമാറ്റം ശനിയുടെ ബലം വർദ്ധിപ്പിക്കുന്നു. മിഥുനം രാശിക്കാർക്ക് കണ്ടക ശനിയാണ്, എങ്കിലും കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആകുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. സാമൂഹ്യ പ്രതിബദ്ധത വർദ്ധിക്കുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണകരമാണ്. പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനും ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകുന്നതാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്കായി ധനച്ചെലവുകൾ വന്നു ചേരുന്നതാണ്. വിദേശ ജോലി തരപ്പെടുന്നതാണ്. തൊഴിലിനും മറ്റുമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി വരുന്നതാണ്. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. മിഥുനം രാശിക്കാരുടെ കുടുംബത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുത്ത് മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകുന്നതാണ്. ഉന്നത പഠനം അനായാസേന സാധ്യമാകുന്നതാണ്. അച്ഛനും അമ്മയോടും ഒപ്പം നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ശനി ശിക്ഷിക്കുന്നില്ല, അവൻ പാകപ്പെടുത്തുന്നു. ശനി കനിയുമ്പോൾ ജീവിതവും കനിയും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളു പായസം, നെയ്യഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക. കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വടമാല, വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ എള്ള, ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും
ശനി പ്രീതികരമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ, ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ, ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗനസമ്മതത്തിനായി നൽകൂ. ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ. ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും ബെല്ലൈക്കണിൽ ഒന്നമർത്തൂ. കാലം വിളിക്കുമ്പോൾ ജ്ഞാനം നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നന്ദി.